നമുക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടർമാരെയൊക്കെ പോയി സമീപിച്ച് ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങളും ശാരീരികമായിട്ടുണ്ടാകുന്ന ക്ഷീണങ്ങൾ, പനി, തലവേദന, ഊരവേദന, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറിപ്പോകാറുണ്ട്. എന്നാൽ ചിലർക്ക് ഈ പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശൈത്താനിയത്തിൻ്റെ, റൂഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങൾ നമുക്കറിയാമല്ലോ. കുറേ ഷെറുകൾ, അടയാളങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഒറ്റയ്ക്ക് റൂമിൽ കയറിയിരിക്കാൻ തോന്നുന്നു, ആരോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, ഭയങ്കര പേടി, സംസാരിക്കാൻ ഭയം, അതുപോലെ അതിശക്തമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മുടെ ഈ മജ്ലിസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. നീറുന്ന നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ദിവസവും മെസ്സേജ് അയക്കുകയും പ്രത്യേകിച്ച് വിളിച്ച് പറയുകയും ചെയ്യുന്നവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന അസ്മാഉൽ ഹുസ്നയുടെയും അസ്മാഉൽ ബദറിൻ്റെയും മജ്ലിസിൽ പങ്കെടുത്ത് പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റി തരട്ടെ. പലരും വന്ന് നമ്മുടെ ഇർഷാദി എന്ന സ്ഥാപനത്തിൽ വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ തരട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും കാണുന്ന, കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ, പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി പല പരിഹാരങ്ങളും ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആത്മീയ വിഷയത്തിനുള്ള പരിഹാരം. നമ്മുടെ വീട്ടിലെ ഷർറ് മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, സിഹ്റ് മാറാൻ, ശൈത്താനിയത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ. അങ്ങനെ പലപ്പോഴും നമ്മൾ പല ഉസ്താദന്മാരെയും സയ്യിദന്മാരെയും ഒക്കെ സമീപിക്കാറുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. ഈ വർഷം മുഴുവൻ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസമാണ്, റജബിൻ്റെ 1-ാമത്തെ വെള്ളിയാഴ്ച ദിവസം നാം പങ്കെടുക്കുകയാണ് ഈ മജ്ലിസിൽ. അള്ളാഹു ഈ ദിവസത്തിൻ്റെയും ഈ സമയത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു മാറ്റി ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഡോക്ടർമാർക്ക് അടുക്കൽ പോയി ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊരു പൈശാചിക ഉപദ്രവമാണെന്ന് നമുക്ക് തിരിച്ചറിയും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കാരണമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ഞെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾ ഈ പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്. ചിലരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ രൂപങ്ങൾ വരുന്നു, പറമ്പിൽ രൂപങ്ങൾ കാണുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചില കറുത്ത രൂപങ്ങൾ നീങ്ങുന്നു, മാറുന്നു, അങ്ങനെ അടയാളങ്ങൾ കാണുന്നു. അങ്ങനെ പല രൂപത്തിൽ ഈ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ പൈശാചിക ഉപദ്രവങ്ങളും, പിന്നെ ചില ആളുകൾക്ക് സിഹറിൻ്റെ ബുദ്ധിമുട്ട്, അവരെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ വരികയാണ്. അപ്പോൾ വലിയൊരു ഒരു കാര്യത്തിന് വേണ്ടി, ഒരാളെ കാണാൻ വേണ്ടി അവിടെ ആളുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴി വണ്ടി കംപ്ലൈൻ്റ് ആകുന്നു. ഒരു കുഴപ്പമില്ലാത്ത പുതിയ വണ്ടിയാണ്, ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വണ്ടിയാണെങ്കിലും പെട്ടെന്ന് കേടുവരുന്നു, കംപ്ലൈൻറ്റ് വരുന്നു, അവിടെ എത്താൻ പറ്റാതെ അദ്ദേഹത്തെ കാണാൻ കഴിയാതെ തിരിച്ചു വരുന്നു. ഒരു കാരണമില്ല, പോകുന്ന വഴി വണ്ടിയുടെ ബ്രേക്ക് അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ. നമുക്ക് ധാരാളം കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ബിസിനസ്സിൽ പൈസ കയ്യിലേക്ക് കിട്ടുന്നില്ല. പല കാരണങ്ങളാൽ അതിങ്ങനെ മാറിപ്പോകുന്നു, കിട്ടാതാവുന്നു. അങ്ങനെ പല അസ്വസ്ഥതകളും സിഹറിൻ്റെ പല രൂപത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവാറുണ്ട്. കുടുംബത്തിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല സ്നേഹത്തിൽ, സന്തോഷത്തിൽ കരഞ്ഞിരുന്ന കുടുംബമാണ്, ഭാര്യ, ഭർത്താവും, മക്കളും, കുടുംബമൊക്കെ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരാണ്. പെട്ടെന്ന് കാണാം ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവുന്നു, തമ്മിൽ തെറ്റുന്നു, അകലുന്നു. ഇതൊക്കെ പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ടും സിഹർ കൊണ്ടൊക്കെ സംഭവിക്കാം. അള്ളാഹു താല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ. അങ്ങനെ സിഹ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശൈത്താനിയത്തിൻ്റെ ബുദ്ധിമുട്ടായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ഉസ്താദന്മാരെ, സയ്യിദന്മാരെയൊക്കെ കാണാൻ പോകാറുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ നിരവധി ആളുകൾ വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇർഷാദിയയുടെ രാവിലെ നടക്കുന്ന ബദരിയത്തിലും അസ്മാഉൽ ഹുസ്നയിലും രാത്രി നടക്കുന്ന നമ്മുടെ സദസ്സുകളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ ഈ പ്രശ്നവും പ്രയാസവും ഷെറും ഒക്കെ വന്നു കൂടാൻ ചില കാരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് അത് പ്രതിഫലിക്കുന്നത്. ദുർബല മനസ്സുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേഗം വന്ന് കൂടുന്ന അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.
അപ്പോൾ കൂടുതലായി ചെറിയ കുട്ടികൾക്ക്, അതുപോലെ സ്ത്രീകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അതിൻ്റെ എഫക്റ്റ് വരാറുണ്ട്. അതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ അത്ര ഒരു ഇതില്ല, ഒരു വിഷയത്തെ നല്ല രൂപത്തിൽ ചിലപ്പം കൈകാര്യം ചെയ്യാനൊക്കെ ഒരു പ്രയാസം പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അള്ളാഹു താല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മാറ്റിത്തരട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഉസ്താദിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ സയ്യിദിൻ്റെ ഒരു തങ്ങന്മാരുടെ അടുക്കലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടാം. ഒന്ന്, കൃത്യമായി നാം നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പം നമ്മുടെ അടുത്ത് പല ആൾക്കാരും വരുമ്പോൾ, മോനെ നിസ്കാരമൊക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ, വല്ലപ്പോഴൊക്കെ നിസ്കരിക്കാറുണ്ട്. വല്ലപ്പോഴും നിസ്കരിക്കുന്നതാണ് നിന്റെ പ്രശ്നത്തിന് ഒരു കാരണം. നീ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നില്ല, കൃത്യമായി നിസ്കരിക്കുന്നില്ല. കൃത്യമായി നിസ്കരിക്കാത്തതാണ് നിന്റെ ഒന്നാമത്തെ പ്രശ്നമെന്ന് നീ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും ജമാഅത്തായിട്ടൊക്കെ നിസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നാം അറിയാത്ത രൂപത്തിൽ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ചികിത്സയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ്, ആത്മീയ ആളുകളുടെ അടുക്കലേക്ക് സമീപിക്കുന്നതിന് മുമ്പ്, ഉസ്താദന്മാരെയും സയ്യിദന്മാരെയൊക്കെ കാണാനോ അത്തരത്തിലുള്ള സിഹറൊക്കെ ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നാമത് നാം ചിന്തിക്കുക, നമുക്ക് 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നൊരു രീതിയും ശൈലിയും ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഫർദ് നിസ്കരിക്കാത്തവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നാനാഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല, പൈസ കിട്ടുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പിന്നീട് അവനെ തേടി വന്നുകൊണ്ടിരിക്കും. ഒന്ന്, അവൻ്റെ സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്തെടുത്ത് കളയും. രണ്ടാമത്തൊരു കാര്യം, ഇവൻ സമ്പാദിക്കുന്നത് ഇവന് ഗുണം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ഹോസ്പിറ്റലിൽ മറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. മറ്റൊരു പ്രശ്നം, ഇവൻ്റെ മക്കൾ ഇവന് ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇവൻ്റെയും ഇവരുടെ മക്കൾ ഇവന് ഗുണമില്ലാത്ത അവസ്ഥയിൽ വരും. നിസ്കാരം പരിഗണിക്കുകയും കൃത്യമായി 5 വഖത്ത് നിസ്കാരം നാം നിർവഹിക്കുക. നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിസ്കാരം അവർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജും സ്കൂളുകളൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇവർ ളുഹർ നിസ്കരിക്കുന്നുണ്ടോ, അസർ നിസ്കരിക്കുന്നുണ്ടോ? അപ്പോൾ ഭയങ്കര തിരക്കാണ്. കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ ട്യൂഷന് പോകുന്നു. ഇവർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് കൃത്യമായി ഇവർ നിസ്കരിക്കുന്നുണ്ടോ? ഇത് കൃത്യമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ, നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിങ്ങളുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങളൊക്കെ നിസ്കരിക്കണം. ഭാര്യ നിസ്കരിക്കണം, മക്കൾ നിസ്കരിക്കണം, ഭർത്താവ് നിസ്കരിക്കണം. എല്ലാവരും നിസ്കാരമുള്ളവരാകുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുസീബത്ത് അല്ലാഹു തആല മാറ്റിത്തരും. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കാം. നിസ്കാരത്തിന് മുമ്പ് ചെയ്യുന്ന ഒരു കർമ്മമാണല്ലോ വുളു എടുക്കുക എന്നുള്ളത്. ആ വുളു പരിപൂർണമായിട്ട് എടുക്കുക. കൃത്യമായിട്ടും പരിപൂർണമായിട്ടും വുളു എടുത്താൽ തന്നെ കുറേ ഷർറുകൾ, ഇടങ്ങേറുകൾ, മുസീബത്തുകളൊക്കെ മാറിപ്പോകുന്നതായി കാണാൻ പറ്റും. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ ഒരാൾ വുളു എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഈ വുളുവിൻ്റെ ബാക്കി വെള്ളത്തിൽ നിന്നൊക്കെ പാപങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതുമാണ് കാണാൻ മാത്രം വലിയ പദവിയിലേക്ക് എത്തപ്പെട്ട മഹാന്മാരായിരുന്നു. അപ്പോൾ വുളു എടുക്കുമ്പോൾ തന്നെ പാപങ്ങൾ മാത്രമല്ല നമ്മുടെ പോവുക, നമ്മുടെ ശരീരത്തിലുള്ള ഇങ്ങനെയുള്ള നെഗറ്റീവ് എഫക്റ്റുകളൊക്കെ പോകും. ശൈത്താനിയത്തിൻ്റെ, റൂഹാനിയത്തിൻ്റെ, മറ്റു ഉപദ്രവങ്ങളുടെ ഷർറുകളൊക്കെ നീങ്ങിപ്പോകും. അല്ലാഹു തആല എല്ലാ ഷർറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നും അള്ളാഹു മാറ്റി തരട്ടെ. അപ്പോൾ വുളു എടുക്കുക എന്നുള്ളത് അത് നിസ്കാരത്തിന് മാത്രമല്ല, രാത്രി കിടന്നുറങ്ങുന്നതിനും വുളു വേണം. എപ്പോഴും വുളു ഉണ്ടാവുക എന്നുള്ളത് ഒരു നല്ല പൂർണ്ണനായ ഒരു മുഅ്മിനിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ പൂർണ്ണനായ ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് നമുക്കാവണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരമാവധി എല്ലാ സമയത്തും വുളുവോടുകൂടി ആവാൻ ശ്രമിക്കുക. വലിയ മഹാന്മാർ, സാലിഹ്യങ്ങളൊക്കെ അവർ ഫുൾ ടൈം അവർ വുളു ജീവിതത്തിൽ പാലിച്ചിരുന്നു. അവർ ഉന്നതമായ പദവിയിലേക്കും നല്ല നല്ല സ്ഥാനങ്ങളിലേക്കും എത്താനുള്ള ഒരു കാരണം അവരെപ്പോഴും വുളു ഉള്ളവരാകുക എന്നുള്ളതാണ്. നമ്മൾ വുളുവോടുകൂടി തന്നെ നിസ്കരിക്കുന്നു, ദിക്ർ ചെല്ലുന്നു, സ്വലാത്ത് ചെല്ലുന്നു, ഖുർആൻ ഓതുന്നു, അല്ലേ? ഈ വുളുവോടുകൂടി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റാഹത്താണ്. നിസ്കാരത്തിനൊക്കെ എന്തായാലും വുളു വേണമല്ലോ, പരിശുദ്ധമായ ഖുർആൻ എടുക്കാനൊക്കെ വുളു വേണം. അപ്പോൾ ഈ വുളുവിൻ്റെ വിഷയം വളരെ ശ്രദ്ധിക്കുക. വുളുവോടുകൂടെ തന്നെ നമ്മൾ ഭക്ഷണം മക്കൾക്ക് കൊടുത്താൽ
ഒതുവോടുകൂടെ നമ്മുടെ മക്കൾക്ക് ഭർത്താവിനൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്താൽ ആ കുട്ടികളൊക്കെ സ്വാഭാവികമായി അവർ നന്നാവും. അവരുടെ ജീവിതത്തിൽ ഒരു അറിയാത്ത ഒരു ഉയർച്ചയും ബറക്കത്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പരീക്ഷയുടെ സമയമൊക്കെ കുറേ രക്ഷിതാക്കളും നമ്മളെ വിളിച്ച് പലരോടും പറഞ്ഞു, ഒതുവോടുകൂടി മക്കൾക്ക് ഭക്ഷണം കൊടുക്കും. അവർ നന്നാവണം, അവർ നല്ല കുട്ടികളാവണം, അവർ ആരോഗ്യമുള്ളവരാവണം, നല്ല ബുദ്ധിയുള്ളവരാവണം, ദീനിനും സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഗുണമുള്ളവരാവണം, മാതാപിതാക്കൾക്ക് ഒക്കെ ഗുണമുള്ളവരാവണം എന്നൊക്കെ കരുതി ഒതോടുകൂടി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്താൽ ആ കുട്ടികളുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരും, മാറ്റങ്ങൾ വരും. സ്നേഹമില്ലാത്ത ഭർത്താവിന് ഒതോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ആ ഭർത്താവ് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പം ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാകാനൊക്കെ നല്ല ഒതോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള നല്ല കാര്യമാണ്. ഒരുമാതിരിപ്പെട്ട ബലാ മുസീബത്തുകളുടെ ഷെറുകളൊക്കെ ഒതുവോടുകൂടി നമ്മൾ എപ്പോഴും നടന്നാൽ തന്നെ മാറിപ്പോകും. അപ്പോൾ പൂർണ്ണമായിട്ട് ഒതു കൊടുക്കണം. ചുമ്മാ സാധാരണ ഇങ്ങനെ കാക്ക വെള്ളത്തിലിങ്ങനെ ഈ കുളിക്കുന്ന പോലുള്ള ഒതു ആകാൻ പാടില്ല. പരിപൂർണമായി ഒതു എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പരമാവധി സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ടുള്ള ഒതു ചെയ്ത് ശീലിപ്പിക്കുക. ഈ ഖിയാമത്ത് നാളാകുമ്പോൾ അന്ത്യദാന നാളിലേക്ക് അടുത്തു വരുന്ന സമയത്ത് ഈ സുന്നത്തൊക്കെ ചെയ്യാനിങ്ങനെ പരമാവധി സുന്നത്തുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ മാറി പോകുന്നു. അപ്പം നമ്മൾ പരമാവധി സുന്നത്തുകളൊക്കെ ചെയ്യുന്ന ഒരു രീതിയും ശൈലിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ തന്നെ ഈ സിഹറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെറുകൾ മാറും. ഇങ്ങനെ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ഒരു ആത്മീയ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് ഫലം ചെയ്യും, പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ നിസ്കാരമില്ല, നിങ്ങൾ എത്ര ഉസ്താദന്മാരുടെ അടുത്ത് എത്ര തങ്ങന്മാരുടെ അടുത്തും പോയിട്ട് എന്തൊക്കെ പ്രതിവിധി ചെയ്താലും ആ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല, മക്കൾ ഗുണം പിടിക്കാൻ പോകുന്നില്ല, സമ്പത്തിൽ വർധന ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും കുടുംബത്തിലെയും വാഹനത്തിലെയും വീട്ടിലെയും കൃഷിയിലെയും ബുദ്ധിമുട്ട് മാറാൻ പോകുന്നില്ല. കൃത്യമായ നിസ്കാരം നിങ്ങൾക്കുണ്ടാവണം, ഭാര്യയ്ക്കുണ്ടാവണം, മക്കൾക്കുണ്ടാവണം, കുടുംബത്തിലെല്ലാവരും നിസ്കാരമുള്ളവരാവണം. അള്ളാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ സന്ദേശമായി പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് എല്ലാവിധ ഖൈറും ബറക്കത്തും കൂടുതൽ നമുക്ക് ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എത്രയോ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ ഉള്ളവർ വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി തരട്ടെ. ഒരിക്കലും നമുക്ക് അവരെ അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, ഒരിക്കലും നമ്മൾ അവരെ കാണാത്ത ആൾക്കാരാണ് പലരും വിളിക്കാറുള്ളത്, ബന്ധപ്പെടാറുള്ളത്. പല നാട്ടിൽ നിന്ന്, വിദേശത്തു നിന്ന്, നാട്ടിൽ നിന്നൊക്കെ പലർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് തിരക്കുകൊണ്ട് പറ്റാറില്ല. എന്തായാലും അള്ളാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റിത്തരട്ടെ. നമ്മൾ വിളിച്ച എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമല്ലോ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ നമ്മുടെ ഈ മജ്‌ലിസ് നടക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് വിളിച്ചിട്ട് കിട്ടാത്തവരെയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ. ഒരാളുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാഥൻ സ്വീകരിക്കുന്നാലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. വീട്ടിലെയും കുടുംബത്തിലെയും എല്ലാ ഷെറുകളും ഇടങ്ങേറുകളും മുസീബത്തുകളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ശൈത്താനിയത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. ഞാൻ പറഞ്ഞു വന്ന ഈ വിഷയങ്ങൾ, ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മളിങ്ങനെ ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ, സംസ്കാരമില്ല, പൊതുവോ ഇല്ല, നമ്മുടെ ജീവിതത്തിൽ വീട്ടിലൊക്കെ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കാതെയാണ് പോകുന്നതെങ്കിൽ ഇതുകൊണ്ട് വെറുതെയാണ്. ചുമ്മാ നിങ്ങൾ പൈസ കളയാന്നുള്ളൂ, നിങ്ങളുടെ സമയം കളയാന്നുള്ളൂ. നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഫലം ഉണ്ടാകും. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആന്റെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളുടെയും ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെയും നമ്മുടെയൊക്കെ വീട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഷെറുകളും ഇടങ്ങേറുകളും മുസീബത്തുകളും അള്ളാഹു മാറ്റി ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരു മുറാദി എന്ന ബൈത്തയിൽ ദുആ ചെയ്യാം. എല്ലാ ദിവസവും നമ്മുടെ ഈ സദസ്സുകൾ, ഈ മജ്‌ലിസുകൾ, ഈ ക്ലാസ്സുകളൊക്കെ കാണുന്ന, വീക്ഷിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ തരട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളും നമുക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ ഇർഷാദി എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ, ജീവകാരുണ്യ, സാന്ത്വന സേവന പ്രവർത്തനങ്ങളിലൊക്കെ പുരോഗതിക്ക് വേണ്ടിയും ബറക്കത്തിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. ഇതിൻ്റെ സഹായികൾക്ക് വേണ്ടി, സഹകാരികൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. മുറാദിയാ മുറാദി യാ മുറാദി മുറാദി അശ്റഫൽ ഖൽഖി മുറാദി
ببابك واقف عبد الله إلي يديك امدد يا عفيف متى تحظى برؤيتكم لعيني مرامي وجهكم يا نور عيني وأنت حمايتي من كل شر وأنت كفايتي من كل فاكر في ذلك يا رسول الله نفسي وأيضا والدي وأنت أنسي مرادي يا مرادي يا مرادي أشرف الخلق مرادي. ഒരു 11 സലാത്തും കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ഒരു സലാത്തിലെ 10 ഗുണം കിട്ടും, 10 പ്രതിഫലം കിട്ടും, 10 നന്മകൾ കിട്ടും, ധാരാളം സുഹൃതങ്ങൾ ഇതുകൊണ്ട് വാങ്ങാൻ കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സലാത്തുകൾ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെയും എല്ലാ ബലാമുസീബത്തുകളും സിഹറുകളും ശൈത്താനിയത്തും റൂഹാനിയത്തും ഉപദ്രവങ്ങളൊക്കെ മാറാൻ അള്ളാഹു തആല ഈ സലാത്തിന്റെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാം മാറ്റി ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد بعدد حسنات سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവേ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തില് റജബിന്റെ ഈ മാസത്തില് റബ്ബേ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാ. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ധാരാളം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തന്ന അനുഗ്രഹങ്ങൾ ബറക്കത്തോടെ നിലനിർത്തണേ അല്ലാ. കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസമാണ് ഞങ്ങളുടെ ഈ ദിവസങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ശിഷ്ട ജീവിതം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലെയും കുടുംബത്തിലെയും സർവ്വ ഷർറുകളും ബുദ്ധിമുട്ടുകളും റഹ്മാനെ നീ മാറ്റിത്തരണേ അല്ലാ. തന്ന അനുഗ്രഹങ്ങൾ ബറക്കത്തോടെ നിലനിർത്തണേ അല്ലാ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ തൗഫീഖ് തന്നു. അൽഹംദുലില്ലാ. രാവിലെ നടക്കുന്ന അസ്മാഉൽ ഹുസ്നയുടെ അസ്മാഉൽ ബദറിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ ഭാഗ്യം തന്നു. അൽഹംദുലില്ലാ. റബ്ബേ, ഇത്രയും സമയം ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം തന്നു. അൽഹംദുലില്ലാ. ഇനിയും ഞങ്ങൾക്ക് റാഹത്തോടെ ഖൈറായ രീതിയിൽ റബ്ബേ സുഹൃതങ്ങൾ ചെയ്ത് ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, തന്ന അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തണേ അല്ലാ. അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് വീട് തന്നിട്ടുണ്ട് റബ്ബേ, അത് ബറക്കത്തുള്ള വീടാക്കണേ അല്ലാ. അൽഹംദുലില്ലാ.
ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ടെങ്കിൽ ഖൈറായ ബറക്കത്തുള്ള റാഹത്തുള്ള നല്ല സന്തോഷകരമായ ഭവനം തരണേ അല്ലാ. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് നല്ല മക്കളെ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ ആ കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കി പരീക്ഷകളിലും എല്ലാ മേഖലയിലും നീ ഉയർച്ച നൽകണേ അല്ലാ. ഖൈറായ ഇണകളെ കൊണ്ട് ബറക്കത്തുള്ള ജീവിതം അവർക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ ശർറുകളും തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഈ മജ്ലിസ് കാണുന്നവരുണ്ടെങ്കിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ. ഗർഭിണികളുണ്ടെങ്കിൽ സുഖപ്രസവം നൽകണേ അല്ലാ. റഹ്മാനെ വീട്ടിലെയും കുടുംബത്തിലെയും സർവ്വ ശർറുകളും ഇടങ്ങേറുകളും മുസീബത്തുകളും മാറ്റണേ അല്ലാ. കൈവേദന, കാലുവേദന, മുട്ടുവേദന, പലവിധ രോഗങ്ങൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകൾ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. സിഹറുകൾ ബാത്തിലാക്കണേ അല്ലാ. ശൈത്താനിയത്ത് മാറ്റണേ അല്ലാ. റൂഹാനിയത്ത് മാറ്റണേ അല്ലാ. ഉപദ്രവങ്ങൾ മാറ്റണേ അല്ലാ. കൈവശത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ. ആരെങ്കിലും ഏൽപ്പിച്ചതോ സ്വന്തം വകയിൽ വന്ന് കൂടിയ ഷർറാണെങ്കിലും ശൈത്താനാണെങ്കിലും എല്ലാത്തിനെയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അകറ്റി മാറ്റി ഒഴിവാക്കി ഖൈറും ബറക്കത്തും റാഹത്തും ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഓരോ ദിവസവും ഞങ്ങൾ പത്രം നോക്കുമ്പോൾ, വാർത്തകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ എത്രയോ അപകടങ്ങളാ നടക്കുന്നത്. റബ്ബെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന റോഡുകളിൽ, വഴികളിൽ എത്ര അപകടങ്ങളാ നടക്കുന്നത്. ഞങ്ങളെ കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെടുമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഷർറുകളും മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പിരിവെടുത്ത് ചികിത്സിക്കേണ്ട രോഗമോ അവസ്ഥയോ പ്രയാസമോ തരല്ലേ അല്ലാ. ഒരു ചെറിയ അസുഖം തന്നാൽ പോലും സഹിക്കാൻ കഴിയാത്തവരാ ഞങ്ങൾ. റബ്ബേ വലിയ രോഗങ്ങളോ പ്രയാസങ്ങളോ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. നൽകിയ ആരോഗ്യവും ആഫിയത്തും അത് നിലനിർത്തി തരണേ അല്ലാ. റാഹത്താക്കി തരണേ അല്ലാ. തന്ന അനുഗ്രഹങ്ങൾ ബറക്കത്തോടെ നിലനിർത്തണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങൾ, സിഹറുകൾ, രോഗങ്ങൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകളൊക്കെ മാറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ ഐക്യവും യോജിപ്പും ഒരുമയും സ്വരുമയും നൽകണേ അല്ലാ. അകാരണമായി ഭാര്യ പിണങ്ങിപ്പോയി പലരും വിഷമിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ യോജിപ്പിലാക്കണേ അല്ലാ. ഒരു കാരണവുമില്ലാതെ ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നു. അള്ളാഹു വളരെ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്. ഖൈറായ ജീവിതം അവർക്ക് കൊടുക്കണേ അല്ലാ. പരസ്പര സ്നേഹത്തിലും മഹബത്തിലും ഐക്യത്തിലും യോജിപ്പിലും ഒരുമയിലും ആക്കണേ അല്ലാ. എല്ലാ ശർറുകളും മാറ്റണേ അല്ലാ. ശൈത്താനിയത്തിന്റെ സിഹറിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും ബറക്കത്തും നൽകണേ അല്ലാ. എല്ലാ ദിവസവും മജ്ലിസ് കാണുന്ന, കേൾക്കുന്ന, പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ശർറുകളും മാറ്റണേ അല്ലാ. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ജോലികളിലും കൃഷികളിലും നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും വരുമാന മാർഗങ്ങളിലും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ബറക്കത്ത് ഞങ്ങളുടെ എല്ലാ മേഖലയിലും തരണേ അല്ലാ. ബറക്കത്തില്ലാത്തതൊന്നും തരല്ലേ അല്ലാ. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക് നീ ദീർഘായുസ്സ് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. മാതാപിതാക്കൾ, ഉസ്താദുമാരുടെ പൊരുത്തം നൽകണേ അല്ലാ. കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ, നന്മകൾ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും ഷെറുകളും വീട്ടിലെയും കുടുംബത്തിലെയും എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ശൈത്താനിയത്തിൽ നിന്ന്, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും എല്ലാം നീ കാക്കണേ അല്ലാ. ഖൈറ് നൽകണേ അല്ലാ. ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, വെള്ളിയാഴ്ച ദിവസമാണ്, റജബിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന, കേൾക്കുന്ന, പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസ് ഇപ്പോൾ കാണുന്നവരുണ്ട്, പിന്നീട് കാണുന്നവരുണ്ട്, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ഷർറുകളും മാറ്റണേ അല്ലാ. ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ റഹ്മാനെ, അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്ലിസൊക്കെ പലരിലേക്കും എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് നല്ല ഉദ്ദേശത്തോടെ. അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഖൈറ് നൽകണേ അല്ലാ. ഇരുലോകത്തും വിജയം തരണേ
അല്ലാ. ഒരുമിച്ച് സ്വർഗത്തിൽ സംഗമിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങളും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. കമന്റ് ബോക്സിലൂടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്കും അവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.